ഇന്നിപ്പോൾ ഹമാസിൻ്റെ വെടിനിർത്തൽ നിർദ്ദേശത്തെ ഡൊണാൾഡ് ട്രംപ് പോലും ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഹമാസിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ കൂടി അംഗീകരിച്ചുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് കാണട്ടെ എന്നാണ് ലോകത്തിലെ മനുഷ്യാവകാശ പോരാളികളും ജനാധിപത്യ വിശ്വാസികളും നീതി വിശ്വസിക്കുന്ന ആളുകളും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചില ഇടതുപക്ഷ സഹയാത്രികർ ഗസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിച്ചുകൊണ്ട് ഒരു പ്രതീകാത്മകമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ഫോട്ടോയും വീഡിയോയും പങ്കുവെക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് മലയാളികൾ നടത്തുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ വാസ്തവത്തിൽ സങ്കടം തോന്നും, വിഷമം തോന്നും. ഇസ്രായേൽ നടത്തുന്ന ഈ വമ്പിച്ച വംശഹത്യയെ ന്യായീകരിക്കുന്ന, ഈ കൊച്ചു കുട്ടികളെ വരെ കൊല്ലുന്ന, ഒരു യുദ്ധത്തിലും പാലിക്കാത്ത രീതിയിലുള്ള അങ്ങേയറ്റം ഹീനമായ ആക്രമണത്തിന് പോലും നീതീകരിക്കുന്ന ആളുകളായി മലയാളികൾ മാറുകയാണ്. എല്ലാ യുദ്ധ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയിലെ മനുഷ്യർക്കെതിരെ നടത്തുന്ന വംശഹത്യക്കെതിരെ ലോകവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ രൂപം കൊണ്ടു. യൂറോപ്പിലും അമേരിക്കയിലും, എന്തിന് ഇസ്രായേലിൽ പോലും ഇസ്രായേലിൻ്റെ ഈ വംശഹത്യാ യുദ്ധത്തിനെതിരായ വലിയ റാലികളാണ് സംഘടിപ്പിക്കപ്പെട്ടത്. തൽഫലമായി ഇസ്രായേലിനെതിരെ വലിയൊരു ജനാഭിപ്രായം തന്നെ ലോകവ്യാപകമായി രൂപം കൊണ്ടു. അതിൻ്റെ അനന്തരഫലമെന്നോണം ഇന്നിപ്പോൾ ഹമാസിൻ്റെ വെടിനിർത്തൽ നിർദ്ദേശത്തെ ഡൊണാൾഡ് ട്രംപ് പോലും ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഭീകരമായ വംശഹത്യാ യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ്. ഹമാസിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേൽ കൂടി അംഗീകരിച്ചുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് കാണട്ടെ എന്നാണ് ലോകത്തിലെ മനുഷ്യാവകാശ പോരാളികളും ജനാധിപത്യ വിശ്വാസികളും നീതി വിശ്വസിക്കുന്ന ആളുകളും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷ ഉള്ളപ്പോൾ പോലും നമ്മുടെ കേരളത്തിലെ പല ആളുകളും ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ വാസ്തവത്തിൽ സങ്കടവും അത്ഭുതവുമാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ചില ഇടതുപക്ഷ സഹയാത്രികർ എറണാകുളത്ത് ഗസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിച്ചുകൊണ്ട് ഒരു പ്രതീകാത്മകമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ രംഗങ്ങളിലുള്ള പ്രമുഖർ പങ്കെടുത്ത ആ പരിപാടിയുടെ ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് മലയാളികൾ നടത്തുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ വാസ്തവത്തിൽ സങ്കടം തോന്നും, വിഷമം തോന്നും. എന്താ അവർ എഴുതി കൂട്ടുന്നത്? ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ ന്യായീകരിച്ചുകൊണ്ട്, ഈ കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളാണ് ഈ കമൻറ്റുകൾ ഇടുന്നതെന്നുള്ളത് മലയാളികൾ എത്രത്തോളം വംശീയ വെറുപ്പിന് അടിമകളായി തീർന്നു എന്ന കാര്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യമാണ്. അവർ പറയുന്നു, നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യുന്നില്ലേ, നിങ്ങൾ എന്താണ് അതിനുവേണ്ടി കരയാത്തത്, അവരുടെ പേരുകൾ വായിക്കാത്തത്? കാശ്മീരിലെ പഹൽഗാമിൽ മുസ്ലിം തീവ്രവാദികൾ ആക്രമണം നടത്തി നിരവധി ഹിന്ദുക്കളെ കൊന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കാർക്കും കരച്ചില്ലേ എല്ലാ പ്രതികരണങ്ങളാണ് പല ആളുകൾ അതിനകത്ത് എഴുതുന്നത്. ആരാണ് ഇത്തരം കൂട്ടക്കൊലകളെ ന്യായീകരിച്ച് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്? ഏതെങ്കിലും മനുഷ്യൻ, ഏതെങ്കിലും മുസ്ലിം സംഘടന ആരെങ്കിലും ഇത്തരം കൂട്ടക്കൊലകളെ ന്യായീകരിച്ച് സംസാരിച്ചത് കേട്ടിട്ടുണ്ടോ? പക്ഷേ ദൗർഭാഗ്യവശാൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ഈ വമ്പിച്ച വംശഹത്യയെ ന്യായീകരിക്കുന്ന, ഈ കൊച്ചു കുട്ടികളെ വരെ കൊല്ലുന്ന, ഒരു യുദ്ധത്തിലും പാലിക്കാത്ത രീതിയിലുള്ള അങ്ങേയറ്റം ഹീനമായ ആക്രമണത്തിന് പോലും നീതീകരിക്കുന്ന ആളുകളായി മലയാളികൾ മാറുകയാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇസ്രായേൽ തന്നെ സ്വയം ഒരു വമ്പിച്ച രീതിയിലുള്ള നാസി ജർമ്മനിയുടെ വമ്പിച്ച രീതിയിലുള്ള ഭീകരാക്രമണത്തിനും അല്ലെങ്കിൽ വംശഹത്യയ്ക്കും വിധേയമായൊരു ജനതയാണ്. ആ ജനതയിലെ ഒരു വിഭാഗം, ജനതയെ ഞാൻ കുറ്റം പറയുന്നില്ല, ആ ജനതയിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഭരണാധികാരികളായ ആളുകൾ, സിയോണിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ നടത്തുന്ന ഈ ഭീകരമായ ഈ വംശഹത്യക്കെതിരെ ആ ജനതയിൽ നിന്ന് വരെ പ്രതിഷേധം വരുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ ഇതിന് എതിരായ പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ പ്രതിഷേധിക്കുന്നുള്ളൂ. പ്രതിഷേധിക്കുന്ന ആളുകളെ പോലും ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. ഇസ്രായേൽ ഗവൺമെൻറ് തന്നെ അവിടുത്തെ ഗസയിൽ ഈ യുദ്ധക്കെടുതിക്കിരയായ മനുഷ്യർക്ക് ഭക്ഷണവും മരുന്നുമായി വരുന്ന കപ്പൽ വ്യൂഹത്തിൽ വന്ന വലിയ യൂറോപ്യൻ പാർലമെൻറ്റ് അംഗങ്ങൾ വരെ, വലിയ ആക്ടിവിസ്റ്റുകളൊക്കെ അതിനകത്തുണ്ട്. അവരെ ഭീകരവാദികളെന്നാണ് പറയുന്നത്. അവർക്ക് സമാനമായ, ഇസ്രായേൽ ഗവൺമെൻറ്റിന് സമാനമായ രീതിയിൽ ഇവരെ ഭീകരവാദികളായും ഈ ഹമാസ് പോരാളികളെ ഭീകരവാദികളുമായിട്ടെല്ലാം ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു നിലപാടെടുത്തുകൊണ്ട് ഈ വംശഹത്യയെ ന്യായീകരിക്കുന്ന ജനതയായി മലയാളികൾ മാറുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരവും വളരെ പേടിപ്പെടുത്തുന്നതുമായൊരു കാര്യമാണ്. അത്രയ്ക്ക് വലിയ മുസ്ലിം വിരുദ്ധ വെറുപ്പ് പുറപ്പെടുവിക്കുന്ന ആളുകളായി ഈ മലയാളികൾ എങ്ങനെ മാറി എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്.